ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടന് ലഭിച്ചു. ലാലേട്ടന് അത് ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ലാലേട്ടനോളം മലയാളത്തിൽ അതിന് അർഹതയുള്ള മറ്റൊരാളില്ല എന്ന് ഈ കാരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാവും. ലാലേട്ടൻ ഒരു അഭിനേതാവ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ്? അദ്ദേഹം നിർമ്മിച്ചത് 50-ലധികം ചിത്രങ്ങളാണ്. 1980-കളുടെ മധ്യം മുതൽ അദ്ദേഹം ഇപ്പോൾ 2025 വരെ സിനിമകൾ നിർമ്മിക്കുന്നു. അദ്ദേഹം നിർമ്മിച്ച സിനിമകളാണ് വാനപ്രസ്ഥം, ഇൻഡോ ഫ്രഞ്ച് കൊളാബറേഷനിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ, കാലാപാനി പോലുള്ള ചിത്രം, ഭരതവും കമലദളവും ഹിസൈനസ് അബ്ദുള്ളയും പരദേശിയും സ്പിരിറ്റും പോലുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങൾ. രണ്ടാമത് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനയാണ് വിസ്മയ മാക്സ് എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനമുള്ള സ്റ്റുഡിയോ. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം മലയാള സിനിമയിൽ നിന്നുകൊണ്ട് നാടകത്തിന് നൽകിയ സംഭാവനകളാണ്. അദ്ദേഹം 7ഓളം നാടകങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ പല വേദികളിലും അദ്ദേഹം നാടകം അവതരിപ്പിച്ചു. നാടകത്തിന് ഉത്തേജനം നൽകാനായിട്ട് മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ മാത്രമാണ്. അദ്ദേഹം 7ഓളം നാടകങ്ങളുടെ ഭാഗമായി എടുത്തു പറയേണ്ടതാണ് കർണഭാരവും, കഥയാട്ടവും, ഛായാമുഖിയും. നാലാമത്തെ കാര്യം, അദ്ദേഹം സംസ്കൃത ഭാഷയെ പരിപോഷിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും വലുത് അദ്ദേഹം സംസ്കൃത ഭാഷ പഠിച്ച് സംസ്കൃതത്തിൽ ഒരു നാടകം ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ പല വേദികളിൽ കളിക്കുകയും വലിയ രീതിയിൽ പ്രശംസ നേടുകയും ചെയ്തു. സംസ്കൃത ഭാഷയെ കൂടുതൽ അതിന്റെ പൈതൃകം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവനയാണ്. അടുത്തത്, അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിൽ ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ്. മലയാള സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആ ഒരു പദവി ലഭിക്കുന്ന മറ്റാരുമില്ല. ലഭിച്ചത് മോഹൻലാലിനാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. ആ പദവി ലഭിച്ചതിന് ശേഷം സിനിമയിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പല സമയങ്ങളിൽ ടെറിട്ടോറിയൽ ആർമിയോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് യുവ തലമുറയ്ക്കും യുവാക്കൾക്കും വലിയ രീതിയിൽ പ്രചോദനമായി എന്നുള്ളതും എടുത്ത് പറയേണ്ടതുണ്ട്. അടുത്തത്, സിനിമയിൽ നിന്ന് ലഭിച്ചത് സിനിമയിലേക്ക് തിരിച്ചു കൊടുത്ത കണക്കുകൾ എടുക്കുമ്പോൾ മോഹൻലാലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ്. മോഹൻലാൽ കേരളത്തിലുടനീളം തിയേറ്ററുകൾ ഓൺ ചെയ്യുന്ന ഒരാളാണ്. അതായത് നല്ല സിനിമകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ നല്ല തിയേറ്ററുകൾ വേണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ലാലേട്ടൻ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലുടനീളം തിയേറ്ററുകൾ നടത്തുന്നു. സിനിമയ്ക്കുള്ള ഒരു സംഭാവനയായി സിനിമാ തിയേറ്ററുകൾ ഏതാണ്ട് 30ഓളം തിയേറ്ററുകളെങ്കിലും ലാലേട്ടന്റെ പേരിൽ, 30ഓളം സ്ക്രീനുകളെങ്കിലും ലാലേട്ടന്റെ പേരിൽ കേരളത്തിലുടനീളം ഉണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നടത്തുന്ന പല തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് ഒരു പരിധിവരെ എല്ലാ സിനിമാ നടന്മാരും ചെയ്യുന്നതാണ്. എന്നാൽ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ മലയാളത്തിലെ മറ്റ് സിനിമാ നടന്മാർ ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇത്രയും കാര്യങ്ങൾ മോഹൻലാൽ തന്റെ 48 വർഷത്തെ കരിയറിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മോഹൻലാൽ എത്രത്തോളം സംഭാവനകൾ സിനിമയ്ക്കും നാടകത്തിനും ഒക്കെ ആയി നൽകി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ നിന്ന് ഒരു ഫാൽക്കെ അവാർഡ് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിന് മാത്രമാണ് ഏറ്റവും അവകാശപ്പെട്ടത്.